പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച. സഭയിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച അവിടുത്തെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അങ്ങേക്ക് സമർപ്പിതമായി ഏറ്റവും എളിമയോടുകൂടെ വചനങ്ങൾ ധ്യാനിച്ച് ജീവിക്കാനും ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ വിശുദ്ധ ബലിയിൽ പങ്കുചേരാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ചെറുപ്പം മുതൽ മറിയം കണ്ട സ്വപ്നങ്ങൾ, ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയാണ് നാം മംഗളവാർത്ത എന്ന് വിളിക്കുന്നത്. നാം കണ്ട സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മരണം മൂലം ഇല്ലാതാകുമ്പോൾ, സ്വന്തം ഭവനം പോലും അപ്രതീക്ഷിതമായി നഷ്ടപ്പെടുമ്പോൾ, മറിയത്തെ പോലെ നമുക്ക് പറയാനാകുമോ, ഇതാ കർത്താവിൻ്റെ ദാസി, ദാസൻ, നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന്? ഇതാണ് യഥാർത്ഥത്തിൽ മംഗളവാർത്ത. അവിടെ നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകും, പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയപ്പെടും. അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങളാണ്. ഈശോയെ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും തകർച്ചകളും പരിശുദ്ധ അമ്മയെപ്പോലെ സമചിത്തതയോടെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.